السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. വിശുദ്ധമായ മുഹറം മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. വളരെയധികം മഹത്വമുള്ള ഒരു മാസമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇതിലെ വളരെ പ്രധാനമർഹിക്കുന്ന ഒരു ദിവസമാണ് മുഹറം 10 ദിവസം ആശൂറ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദിവസത്തെ വളരെയധികം ആദരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ലോകത്തുള്ള മുസ്ലിമീങ്ങളോട് ആ ദിവസത്തെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ആ ദിവസത്തിൽ ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്യുവാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നാമതായി നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത്. ആശൂറാ ദിവസം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, തന്റെ സ്വഹാബികളോട്, അനുചരന്മാരോട് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര വലിയ തിരക്കുകൾ ഉണ്ടായിരുന്നാലും മഹാനായ നബി തങ്ങൾ ആശൂറാന്റെ നോമ്പ് ഒരു കാരണവശാലും ഒഴിവാക്കിയിരുന്നില്ല എന്ന് ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാവുന്നതാണ്. ആശൂറാന്റെ ദിവസത്തെ ജൂതന്മാരും ക്രൈസ്തവരും മക്കയിലെ ഖുറൈശികളും എല്ലാവരും ആദരിച്ചിരുന്നു. അവർക്കെല്ലാം പ്രത്യേകമായ ഒരു ദിവസമായിരുന്നു ഈ ദിവസമെന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മഹാനായ നബി തങ്ങൾ മദീനയിലെത്തിയ സന്ദർഭം അവിടെയുള്ള ജൂതരെല്ലാം നോമ്പനുഷ്ഠിക്കുന്നത് നബി തങ്ങൾ കാണുകയാണ്. നബി തങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ന് നോമ്പനുഷ്ഠിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞത് ഇന്ന് യൗമുൻ സാലിഹുൻ, ഹാദാ യൗമുൻ സാലിഹ്, ഈ ദിവസം വളരെ പവിത്രമായ ഒരു ദിവസമാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലുകാരെ രക്ഷപ്പെടുത്തിയ ദിവസമാണ് എന്നും അതുകൊണ്ട് തന്നെ അവരുടെ മോചനത്തിന് വേണ്ടി പടനയിച്ച മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ആ ദിവസം പ്രത്യേകം നോമ്പനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളും നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് ജൂതന്മാര് പറഞ്ഞപ്പോ മഹാനായ നബി തങ്ങൾ പറഞ്ഞു, അന അഹഖു ബി മൂസ, ഞാൻ മൂസയോട് നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ബന്ധമുള്ളവനാണ് എന്ന് മഹാനായ നബി തങ്ങൾ പറഞ്ഞ് നബി തങ്ങൾ അന്ന് നോമ്പനുഷ്ഠിച്ചു. കൂടെയുള്ളവരോട് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി പറയുകയും ചെയ്തു. മാത്രമല്ല നബി തങ്ങൾ പറഞ്ഞു, ലൈൻ ബഖീതു ഇലാ ഖാബിലിൻ ലാ അസൂമന്ന താസിഅ, അടുത്ത വർഷം ഞാൻ ഉണ്ട് എങ്കിൽ ഞാൻ മുഹറം 9 കൂടി നോമ്പനുഷ്ഠിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ആശൂറാന്റെ ദിവസം മഹാനായ നബി തങ്ങൾ അൻസാരികൾ താമസിക്കുന്ന അടുത്തേക്ക് അവരുടെ വീടുകളിലേക്ക് ആളെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്ന് ആരെങ്കിലും നോമ്പുകാരാണ് എങ്കിൽ അവർ നോമ്പ് പൂർത്തീകരിക്കണമെന്നും നോമ്പുകാരല്ലാത്തവർ നോമ്പുകാരെ പോലെ ജീവിക്കണമെന്നും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുകയുണ്ടായി. അത് ഈ ദിവസത്തിന്റെ മഹത്വത്തെയാണ് അത് വിളിച്ചോദിക്കുന്നത്. മഹാന്മാരായ സ്വഹാബികൾ ആശൂറായിന് നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന് മാത്രമല്ല, അവരെ മക്കളെ കൊണ്ട് അവർ നോമ്പനുഷ്ഠിപ്പിച്ചിരുന്നു. സഹാബികൾ പറയുന്നുണ്ട്, കുട്ടികൾ നോമ്പനുഷ്ഠിച്ച് വിശന്ന് കരയുമ്പോൾ അവർ അവരുടെ കയ്യിൽ കളിപ്പാട്ടങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു. ആ കളിപ്പാട്ടങ്ങൾ കിട്ടുമ്പോൾ കുട്ടികളെ ശ്രദ്ധ മാറുകയും അവർ ആ നോമ്പുമായി വൈകുന്നേരം വരെ അവർ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു എന്ന് മഹാന്മാരായ സ്വഹാബികൾ പറയുമ്പോൾ, പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളും നമ്മുടെ മക്കളെയും നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ ആളുകളെയും ഈ വിശുദ്ധമായ നോമ്പനുഷ്ഠിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രമിക്കണം. അത് വളരെ പുണ്യമുള്ള കാര്യമാണ്. ഒരിക്കൽ നബിയോട് ഒരാൾ ചോദിച്ചു, എന്താണ് ഈ മുഹറം ആശൂറാന്റെ നോമ്പിന്റെ പ്രതിഫലം? മഹാനായ നബി തങ്ങൾ പറഞ്ഞു, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങളെ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ചെറിയ ദോഷങ്ങളെ മുഴുവനും ഇത് കഴുകിക്കളയാൻ കാരണമായി തീരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ, കഴിഞ്ഞുപോയ നമ്മുടെ ഒരു വർഷത്തെ ചെയ്തുപോയ തെറ്റുകൾ, ചെറുതായിട്ടുള്ള ചെറിയ പാപങ്ങൾ, കുറ്റങ്ങൾ, അതൊക്കെ മായ്ച്ചു കളയാൻ ഈ നോമ്പ് പര്യാപ്തമാണെന്ന് മനസ്സിലാക്കി ആശൂറാന്റെ അന്ന് പ്രത്യേകം നോമ്പനുഷ്ഠിക്കുകയും അപ്രകാരം മുഹറം 9 അന്നുകൂടി നോമ്പനുഷ്ഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ഈ മുഹറം 9 പറ്റാത്തവർ ഉണ്ടെങ്കിൽ മുഹറം 10-നും 11-നും നോമ്പനുഷ്ഠിച്ച് ഈ വിശുദ്ധമായ ദിവസങ്ങളിൽ നാം നമ്മുടെ ഭാഗധേയത്വം തെളിയിക്കുകയും അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നേടുന്നതിന് വേണ്ടി ഒരുപാട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോവാൻ നാം ശ്രമിക്കുകയും ചെയ്യണം. അല്ലാഹു തആല നമുക്കൊക്കെ അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ.
വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.